ഷോൾഡർ ജോയിൻറ്റിൻ്റെ അല്ലെങ്കിൽ തോൾമുട്ടിൻ്റെ പേശി വിട്ടുപോകുക അല്ലെങ്കിൽ കീറിപ്പോവുക, അത് കൂടുതലായിട്ടും എഫക്റ്റ് ചെയ്യുന്നത് എൽഡർലി ആയിട്ടുള്ള ഒരു 50 വയസ്സിന് മുകളിലുള്ള ഒരു പോപ്പുലേഷനിലാണ് റൊട്ടേറ്റർ കഫ് ടയർസ് സാധാരണമായി കാണുന്നത്. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ എബി തോമസ് ബാബു. ഞാൻ കൺസൾട്ടൻറ്റ് ഓർത്തോപീഡിക് സർജൻ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഓർത്തോപീഡിക്സ്, സ്പോർട്സ് മെഡിസിൻ, ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ്, സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റൽ, തൊടുപുഴ. ഷോൾഡർ ജോയിൻറ്റിൻ്റെ അല്ലെങ്കിൽ തോൾമുട്ടിൻ്റെ പേശി വിട്ടുപോകുക അല്ലെങ്കിൽ കീറിപ്പോവുക എന്ന് പറയുന്നതിന് റൊട്ടേറ്റർ കഫ് ടയർ എന്നാണ് നമ്മൾ പറയുന്നത്. അത് കൂടുതലായിട്ടും എഫക്റ്റ് ചെയ്യുന്നത് എൽഡർലി ആയിട്ടുള്ള ഒരു 50 വയസ്സിന് മുകളിലുള്ള ഒരു പോപ്പുലേഷനിലാണ് റൊട്ടേറ്റർ കഫ് ടയർസ് സാധാരണമായി കാണുന്നത്. അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ചെറിയൊരു വീഴ്ച അല്ലെങ്കിൽ കൈ കുത്തി വീഴാൻ പോവുക, അല്ലെങ്കിൽ കൈ കുത്തി വീഴുന്നതിനിടയ്ക്ക് എവിടെയെങ്കിലും പിടിക്കുക, അങ്ങനെ ഒരു ഇടറിച്ച സംഭവിക്കുമ്പോഴാണ് നോർമലി റൊട്ടേറ്റർ കഫ് അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ പേശികൾ കീറിപ്പോകുന്നത്. അത് പേഷ്യൻസിന് സാധാരണമായി വരുന്നത് ഇത് കാരണമാണ് സിവിയർ ആയിട്ടുള്ള ഒരു വേദനയാണ് നോർമലി ഉണ്ടാവുന്നത്. ആ വേദന ഷോൾഡറിൽ വരാം, ഷോൾഡറിൻ്റെ താഴത്തായിട്ട് ഈ അപ്പർ ആമിൽ കൈയുടെ മോൾ ഭാഗത്തിൽ ആ പെയിൻ വരാം. യൂഷ്വലി ഈ വേദന രാത്രിയിലാണ് കൂടുതലായിട്ട് സിവിയറായിട്ട് കാണപ്പെടുന്നത്. പേഷ്യൻറ്റിന് ഉണ്ടാകുന്ന വേറെ ബുദ്ധിമുട്ടുകൾ ഈ വേദനയുള്ള സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കാൻ വിഷമം വരിക, ഇപ്പോൾ ലേഡീസിലാണെങ്കിൽ ഉടുപ്പിടാനായിട്ട് കൈ ബാക്കിലേക്ക് എടുക്കാൻ വിഷമം വരിക, കുളിക്കാൻ നേരത്ത് കൈ ബാക്കിലേക്ക് കൊണ്ടുപോവുക, മുടി കെട്ടാൻ ബുദ്ധിമുട്ട് വരിക, കൈ പൊക്കിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ഡിഫിക്കൽട്ടി, ഇതൊക്കെയാണ് റൊട്ടേറ്റർ കഫിൻ്റെ ടയർ മൂലം ഉണ്ടാകുന്ന നോർമൽ കുഴപ്പങ്ങൾ. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനീഷ്യലി നമ്മളൊരു എക്സ്റേ എടുത്ത് നോക്കും, അസ്ഥിക്ക് പൊട്ടലുണ്ടോ അല്ലെങ്കിൽ തേയ്മാനം ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷം നമ്മൾ വേദന കുറയാനായിട്ടുള്ള മരുന്നുകൾ ട്രൈ ചെയ്യാം, ഫിസിയോതെറാപ്പി ട്രൈ ചെയ്യാം. ഇതെല്ലാം പ്രൈമറി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ്. ഇതിലൊന്നും ഇമ്പ്രൂവ്മെൻറ്റ് കാണാത്തവർക്ക് നമ്മൾ MRI സ്കാൻ എടുക്കുകയാണ് നോർമലി ഈ പേശികളുടെ കീറലുണ്ടോയെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എഗെയിൻ 2 ടൈപ്പുള്ള ടയർ ഉണ്ടാവാം. ഒന്ന് പാർഷ്യലായിട്ടുള്ള ടയർ. പാർഷ്യൽ ടയർ എന്ന് പറഞ്ഞാൽ അത് മൊത്തത്തിൽ വിട്ടുപോയിട്ടുണ്ടാവില്ല, എന്നാലും പെയിൻഫുള്ളാണ്, വളരെ പെയിൻഫുള്ളാണ് ഫുൾ ടയറിനേക്കാളും. പാർഷ്യൽ ടയർസിന് മെയിനായിട്ട് നമ്മളിവിടെ സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ ജോയിൻറ്റിനകത്തേക്ക് തന്നെ നമ്മളൊരു ഇഞ്ചെക്ഷനിലൂടെ സ്റ്റിറോയിഡ് എന്ന മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് ജോയിൻറ്റിനകത്തുള്ള നീർക്കെട്ടും വേദനയൊക്കെ കുറയാനായിട്ട് സഹായിക്കും. വേദന കുറഞ്ഞതിന് ശേഷം നോർമലി ഒരാഴ്ച എടുക്കും വേദന മാറാനായിട്ട്. അതിനുശേഷം എക്സസൈസസിലൂടെ പഴയതായിട്ടുള്ള ഇഞ്ചുറിക്ക് മുമ്പുള്ള ഒരു അനക്കവും ബലവും ചെയ്യാനായിട്ടുള്ള എക്സസൈസസ് ആണ് കൂടുതലായിട്ടും നമ്മൾ ചെയ്യുന്നത്. ഫുൾ തിക്നെസ് ടയർ ആണെങ്കിൽ വേദനയിലും കൂടുതൽ ബലക്കുറവായിരിക്കും. കൈ പൊക്കിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു ബലക്കുറവാണ് നോർമലി ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഫുൾ തിക്നെസ് ടയർ ആണ് MRIയിൽ കാണുന്നതെങ്കിൽ എഗെയിൻ ആർത്രോസ്കോപ്പി അല്ലെങ്കിൽ കീഹോൾ സർജറി വഴി നമുക്ക് ആ വിട്ടുപോയ പേശീനെ അതിൻ്റെ ഒറിജിനൽ അറ്റാച്ച്മെൻറ്റിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ എഗെയിൻ കുറച്ച് നാളത്തേക്ക് ഒരു 1 മന്ത് റെസ്റ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഫിസിയോതെറാപ്പിയിലൂടെ നമ്മൾ മസിൽ സ്ട്രെങ്തൻ ചെയ്ത് ഒരു 3 മാസത്തേക്കൊക്കെ ആകുമ്പോൾ ഫുള്ളായിട്ടുള്ള ഒരു ഇഞ്ചുറിക്ക് മുമ്പുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും.